ഹായ് ഗൈസ്, നമ്മുടെ അമ്മ പെങ്ങന്മാരെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നുമില്ല, ലോകം ഒരു കാലം പറഞ്ഞു പഠിപ്പിച്ചു, വീടിന്റെ ചുറ്റുമതിലിന് ഉള്ളിൽ ഒതുങ്ങിക്കൂടി ഹോമിക്കേണ്ടതാണ് ജീവിതം, സ്ത്രീയുടെ ജീവിതം എന്ന്. അവിടെ നിന്ന് മാറി സമൂഹത്തിലെ ഉത്തംഗതിയിൽ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്ന് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സഹോദരിമാരോട് പറയാനുള്ളത്, സമയം താമസിച്ചിട്ടില്ല. നിങ്ങളുടെ പാഷൻ, മാന്യമായ പാഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മോഹത്തിന് പിന്നാലെ നിങ്ങൾ പോയി അത് അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു കാരണവശാലും എന്തിനു വേണ്ടി നിങ്ങളത് മാറ്റിവെക്കരുത്. വയസ്സ് പോലും അതിനൊരു തടസ്സമാവരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ എന്ത് ഭക്ഷണം ഉണ്ടാക്കും എന്ന് ചിന്തിച്ച്, നാളെ എൻ്റെ പാർട്ട്ണർക്ക് എന്ത് ചെയ്തു കൊടുക്കണം എന്ന് ചിന്തിച്ച് ജീവിതം എല്ലാ മോഹങ്ങളും മാറ്റിവെക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്നും ഉണ്ട്. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും സമയം താമസിച്ചിട്ടില്ല, നിങ്ങൾ കുടഞ്ഞണീറ്റ് നിങ്ങളുടെ മാന്യമായ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരുപാട് സ്ത്രീകൾ അവരുടെ മോഹങ്ങൾക്ക് പിന്നാലെ പോയി അതിൻ്റെ ഉത്തംഗതിയിൽ, അതായത് അവർ എവിടെ എത്താൻ പറ്റുമോ അവിടെ എത്തി നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രൗഡ് ഉണ്ടല്ലോ. സീരിയസ്ലി അവർക്ക് മാത്രമല്ല, നമ്മുടെ ഒരാൾ ആ ഒരു രീതിയിലേക്ക് വളർന്നു വരുന്ന കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രൗഡ് ഞങ്ങൾക്കും ഉണ്ടാവും. അപ്പം നിങ്ങൾ ഒരു അഭിമാനമായി മാറും. ഞങ്ങളുടെ സമൂഹത്തിലും നിങ്ങളുടെ നാട്ടിലും ഈ രാജ്യത്തിനും എല്ലാം അഭിമാനമായി മാറണം ഓരോ സ്ത്രീകളും എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് പണ്ട് ലോകം പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതം 4 ചുവരുകൾക്കുള്ളിൽ ഹോമിക്കാനുള്ളതല്ല. നിങ്ങളുടെ ജീവിതത്തിലുള്ള നിങ്ങളുടെ കഴിവുകൾ പുറത്ത്, നിങ്ങളുടെ കഴിവെന്താണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിന് പിന്നാലെ പോയി അത് സമൂഹത്തിന്, മറ്റൊരു ആൾക്ക് അതൊരു പ്രചോദനമാകുന്ന രീതിയിലേക്ക് വളരണം. നിങ്ങളുടെ ജീവിതം ഒരു മാർഗമാവണം. പൊതുവെ സ്ത്രീകൾ മൾട്ടി ടാലന്റ് ആണ്. വി ഓൾവേസ് റെസ്പെക്ട് വുമൺ അല്ലേ. ഞങ്ങൾ വുമൺ എന്ന് പറയുന്നത് ഭയങ്കര അഭിമാനവും മാത്രമല്ല, ഞങ്ങൾക്ക് ഭയങ്കര റെസ്പെക്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ വളർന്ന് സമൂഹത്തിന് മാതൃകയാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.